ഏറ്റവും അഫ്ദലായ അമല എന്താണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞെന്താണ്? അസ്വലാത്തുലി അവ്വലി വക്തിഹ. നിസ്കരിക്കുക എന്നല്ല. ചില ഹദീസിൽ വക്തിഹ എന്നുണ്ട്, ചില ഹദീസിൽ അവ്വലി വക്തിഹ എന്നുണ്ട്. ഈ ആഴ്ച കുട്ടിയൊക്കെ മാലിയിൽ ഓതി കൊടുത്തതാണ്. ഈ അവ്വലി വക്തിഹ എന്നുള്ള ഹദീസാണ് മാലിയിൽ കൊടുത്തത്. എന്തിനാ പറഞ്ഞറിയോ? തജീലു സ്വലാത്തിലി അവ്വലി വക്ത് സുന്നത്താ. ഏതൊരു നിസ്കാരവും അതിന്റെ അവ്വൽ വക്തിൽ നിസ്കരിക്കൽ എന്താണ്? സുന്നത്താണ്. നിസ്കാരത്തിന്റെ ബാബിൽ മഹല്ലിൽ ഈ ആഴ്ച ഞാൻ കുട്ടികൾക്ക് മുതലങ്ങൾക്ക് ഓതി കൊടുത്തൊരു ഭാഗമാണ്. അതിന് തെളിവായിട്ട് പറഞ്ഞത് ഈ ഹദീസാണ്. ഏറ്റവും മുന്തിയ അമല ഏതാണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അസ്വലാത്തുലി അവ്വലി വക്തിഹ. അല്ലാതെ ഊറൊക്കെ ഒരു 3-3:30 നിസ്കരിക്കാൻ വലിയ മുന്തിയ പണിയാ, അടി കിട്ടൂല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പലപ്പോഴും ആ ഹദീസ് പറഞ്ഞിട്ടുണ്ട്, അവ്വൽ വക്തിലുള്ള നിസ്കാരം അല്ലാഹ്ക്ക് ഇഷ്ടമാണ്. അവസാന വക്തിൽ ഇപ്പൊ ഒരു 3:30 ഊറ് നിസ്കരിക്കൽ അഫ്വു എന്നാണ് പറഞ്ഞത്, അടി കിട്ടൂല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇഷ്ടമല്ല അല്ലാഹു തആല. എന്നിട്ട് ഇവിടെ തഫ്സീൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, വഖദിസ്തദല്ല കസീറു മിനൽ ഉലമായി. ഉലമാക്കളിൽ ഒരുപാട് ആളുകൾ തെളിവ് പിടിച്ചേക്കണ് ഫി ആദിൽ ആയത്തി, ഈ ആയത്തിലൂടെ അല വുജൂബിൽ ജമാഅത്തി, ജമാഅത്ത് നിർബന്ധമാണ്. ജമാഅത്ത് എന്താണ്? അപ്പോൾ ഒറ്റക്ക് സ്കെച്ചാൽ കുറ്റം കിട്ടുമോ? ഇതിന്റെ വിശദമായ ചർച്ചകളൊക്കെ അയക്കാൻ പറഞ്ഞിടത്ത് പറയുന്നുണ്ട് എന്നാണ് പിന്നെ ഇവിടെ ഇബ്നു കസീർ തങ്ങൾ പറയണത്. ജമാഅത്ത് നിർബന്ധമാണ് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഫർദ് കിഫയാണ്. ഒരു വാങ്കും ജമാഅത്തൊക്കെ ഒരു മാലിൽ നടന്നോളണം. വലിയ മാലിലാണ് ഈ മാലിന്റെ ഓരോ മൂലക്കലും നടന്നോളണം, അല്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും. ഫർദ് അയിനായിട്ടുള്ളൊരു ജമാഅത്ത് നിർബന്ധം ജുമാക്ക് മാത്രമേ ഉള്ളൂ. ജമാഅത്തില്ലാതെ എന്താവില്ല, ശരിയാവില്ല, ഷർത്താണ്. ജമാഅത്ത് ഭയങ്കരമാണ്.